ദൂരം മുംബൈയിൽ അലീന സ്റ്റാലിയുടെ മകളാണെന്ന സത്യം തിരിച്ചറിഞ്ഞ് വൈജയന്തി. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, ഇന്നത്തെ കഥയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്ന് പറഞ്ഞാൽ അലീനയും സ്റ്റാലിയും നമ്മുടെ ഔതക്കുട്ടി എന്ന വല്യപ്പച്ചനും തിരികെ എത്തുകയാണ് സ്റ്റാലിൻ്റെ കൊട്ടാരത്തിലേക്ക്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീനയോടാണെങ്കിൽ ഔതക്കുട്ടി, അതായത് വല്യപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, മോളെ, നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഇനി എവിടേക്കെങ്കിലും പോകാനുണ്ടോ? ഷോപ്പിങ്ങിനോ, അതായത് സിനിമയ്ക്കോ വേറെ സ്ഥലങ്ങളിലേക്കോ ഒക്കെ കാണാനായിട്ട് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും. ഇതേ സമയം അലീന പറയുകയാണ്, തനിക്ക് ഡ്രസ്സോ മറ്റ് സാമഗ്രികളോ ഒന്നും തന്നെ ആവശ്യമില്ല. ഇവിടെ അടുത്തെവിടെയെങ്കിലും ഒരു അനാഥാലയമോ ഓൾഡ് ഏജ് ഹോമോ ഉണ്ടെങ്കിൽ അവിടെ പോകണമെന്നുണ്ട് എന്ന് പറയുന്നു. ഇതേ സമയമാണെങ്കിൽ അതൊക്കെ ആൻ്റപ്പനോട് ചോദിച്ചാൽ മതി എന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് നമ്മുടെ സ്റ്റാലി പറയുകയാണ്. അപ്പോഴാണെങ്കിൽ അലീന പറയുന്നുണ്ട്, ആളല്ലല്ലോ എൻ്റെ പപ്പ സ്റ്റാലി പപ്പയല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇതേ സമയം ഏതു നേരവും എന്തിനാണ് ഈ അനാഥാലയത്തിനോടും ഈ വൃദ്ധമന്ദിരത്തോടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, താൻ അവിടെയാണ് വളർന്നതെന്ന് അലീന പറയുമ്പോൾ, മതി നിർത്ത്, ഇത് കുറേയായി എന്ന് പറയുമ്പോൾ, കുറേയായെങ്കിൽ ശരി, എന്നെ പറഞ്ഞു വിട്ടേക്കാനായിട്ട് പറയുന്നത് കാണാൻ കഴിയും. ഞാൻ അനാഥാലയത്തിൽ നിന്ന് വന്നതല്ലേ, അതുകൊണ്ട് തന്നെ വന്ന വഴി എനിക്ക് ഒരിക്കലും മറക്കാനായിട്ട് കഴിയില്ല. എന്നെ ഈ പപ്പ പോലും തിരിച്ചറിയാത്ത സമയത്ത് ഒരുപാട് പേർ എനിക്ക് സ്നേഹവും കരുതലൊക്കെ തന്ന് തന്നെയാണ് എന്നെ വളർത്തിയത്. ഇപ്പോൾ ഞാൻ രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരെ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ പിന്നെ ആരെ തിരിഞ്ഞു നോക്കാനാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഈ 23 വർഷക്കാലം ഈ സ്റ്റാലി ജോസഫിൻ്റെ മകളെ നോക്കിയത് ഒരു അനാഥാലയമാണ്. അതുകൊണ്ട് തന്നെ 23 അനാഥാലയങ്ങളെ സഹായിക്കണം, സ്റ്റാലി പപ്പ തന്നെ സഹായിക്കണമെന്ന് അലീന പറയുന്നത് കാണാം. ഇതിന് ഒന്നും പറ്റില്ലെങ്കിൽ അനാഥാലയം എന്ന വാക്ക് കേൾക്കുന്നത് തന്നെ വെറുപ്പാണ്, അറപ്പാണെങ്കിൽ എന്നെ പറഞ്ഞു വിടാവുന്നതാണ്. ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ കൊണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അലീന നിൽക്കുകയാണ്. എനിക്ക് പോകണമെന്നും പറയുകയാണ്. അപ്പോഴാണെങ്കിൽ ഔതക്കുട്ടി അലീനയെ എന്ത് ചെയ്യാണ്, ആ ചിന്തയിൽ നിന്നും മാറ്റുകയാണ്. എൻ്റെ ചിന്നമ്മ ഇത്ര പെട്ടെന്ന് പിണങ്ങിയോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ഔതക്കുട്ടി കാര്യങ്ങൾ പറയുന്നുണ്ട്. കൂടാതെ എനിക്ക് ഭയങ്കര തലവേദന, ഒരു ചായ ഇട്ട് തന്നേ എന്നും പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയം സ്റ്റാലിയാണെങ്കിൽ എപ്പോഴും അലീന ഇങ്ങനെ എതിർക്കുന്നത് കൊണ്ട് തന്നെ മദ്യപിക്കുകയാണ്. ഇതേ സമയം ഔതക്കുട്ടിയാണെങ്കിൽ നമ്മുടെ സ്റ്റാലിൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, മോനെ, നീ അലീന പറയുന്ന മാതിരിയൊക്കെ ചെയ്യണമെന്ന് പറയുന്നു. ഓ പപ്പ ഇപ്പോൾ ഇങ്ങനെ പറയാണോ? കാരണം വേറൊന്നുമല്ല, അപ്പച്ചനും ഒരു കാരണമാണ് അവളെ എനിക്ക് നഷ്ടപ്പെടാനായിട്ട് എന്ന് പറയുമ്പോൾ, എൻ്റെ കുറ്റം ഞാൻ ഏൽക്കുകയാണ്, ശരിവെക്കുകയാണ്. ഞാനന്ന് ഒരുപാട് തെറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അത് സത്യം തന്നെയാണ് എന്ന് നമ്മുടെ ഔതക്കുട്ടി സ്റ്റാലിനോട് പറയുകയാണ്. അപ്പോഴാണെങ്കിൽ നമ്മുടെ സ്റ്റാലി ഔതക്കുട്ടിയെ കുത്തി മുറിവേൽപ്പിക്കുകയാണ്. കൂടാതെ അവൾ ഓരോ സമയവും അനാഥാലയം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാതെ അത് കുത്തുകയാണ് എന്ന് പറയുമ്പോൾ, എടാ, അത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഞാനെന്നും നിൻ്റെ പക്ഷത്തല്ലടാ എന്ന് ചോദിക്കുകയാണ്, പറയുകയാണ്. എന്നിട്ട് അപ്പച്ചനിപ്പോൾ ഭക്ഷണം പിടിച്ച് വന്നിരിക്കുന്നത് മൊത്തം അലീനയുടെ ആണല്ലോ എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ ഞാൻ പക്ഷമൊന്നും പിടിക്കുന്നതല്ല, നിങ്ങളുടെ ഇടയിലിപ്പോൾ സംസാരിക്കാൻ
ഞാൻ മാത്രമല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, എനിക്കാരുടെയും മധ്യസ്ഥമൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ, എടാ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ കുറച്ചുകൂടി ശരിയാവാനുണ്ട് ലലിച്ച എന്ന് പറയുന്നു. അപ്പൻ അവളെ തലയിൽ വെച്ചുകൊണ്ടല്ലേ നടക്കുന്നത് എന്ന് ചോദിക്കുന്നു. അവളെ പറപ്പിക്കാനായിട്ട് വന്ന അപ്പൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ നിൽക്കുകയും ഇവിടെ നിന്ന് പോകാതെ ഇരിക്കുകയും കൂടാതെ തന്നെ അവളെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇല്ല എന്ന് അവധക്കുട്ടി പറയുകയാണ്. ഇതേ സമയം അവധക്കുട്ടിയെ ടെസ്റ്റ് ചെയ്യാണ് നമ്മുടെ സ്റ്റാലി എന്ന് കാണാൻ സാധിക്കുന്നു. അതായത് അപ്പൻ എന്ത് ചെയ്യാണ്, ധൈര്യമുണ്ടെങ്കിൽ ഈ മദ്യം കുടിച്ചുകൊണ്ട് അലീനയുടെ അടുത്തേക്ക് പോകാനായിട്ട് പറയുകയാണ്. ഇതേ സമയം എനിക്ക് മദ്യമൊന്നും വേണ്ട, ഞാനിപ്പോൾ കുടിക്കണമൊന്നുമില്ല, ഞാൻ കുടിക്കാനൊന്നുമല്ല വന്നത് എന്ന് പറയുമ്പോൾ സ്റ്റാലി പൊട്ടിച്ചിരിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. തുടർന്ന് നമ്മുടെ അലീനയാണെങ്കിൽ വളരെയധികം സന്തോഷത്തിൽ അല്ല, സങ്കടത്തിലാണ്. ഈ സമയം നമ്മുടെ അവധക്കുട്ടി അലീനയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ചെല്ലുന്നുണ്ട്, പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ നമ്മുടെ കടപ്പാട്ടൂർ വീട്ടിൽ വൈജയന്തി വേലക്കാരിയെ കൊണ്ടുവരുന്നുണ്ട്. വേലക്കാരിയെ പൊളിച്ചടുക്കുകയാണ് ബാലേന്ദ്രൻ. അലീനയെ കൊണ്ടുവന്ന നിമിഷം ഒന്ന് അടുത്തിരുത്തിയതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവൾ ഇപ്പോൾ നീ ഇരുന്ന് കഴിച്ചോ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നല്ല രീതിയിൽ ദേഷ്യം വരുന്ന ബാലചന്ദ്രൻ ആ വേലക്കാരിയെ തടഞ്ഞ് എഴുന്നേൽപ്പിച്ച് വിടുന്നുണ്ട്. അതായത് ഞങ്ങൾ കഴിച്ചാൽ മതി എന്ന് പറയുന്നു. ഇപ്പോൾ രണ്ടാൾക്ക് ഒരുമിച്ചിരിക്കണമെങ്കിൽ രണ്ടാളും ഇപ്പോൾ കഴിക്കണമെന്നില്ല എന്ന് കൂടെ ബാലചന്ദ്രൻ പറഞ്ഞു വയ്ക്കുകയാണ്. ഇതേ സമയം വൈജയന്തി ഞെട്ടിപ്പോകുന്നുണ്ട് ബാലചന്ദ്രൻ്റെ പെരുമാറ്റം കണ്ട്. തുടർന്നാണെങ്കിൽ ഇവിടെ സ്റ്റാലി അലീനയോട് നിനക്ക് വേറെ എവിടെയും പോകാനുണ്ടോ, ഈ അച്ഛന് നീ അനാഥാലയത്തിൽ വന്നു എന്നും പലതവണ അനാഥാലയം എന്നിങ്ങനെ പറയുമ്പോൾ അതെൻ്റെ മനസ്സിൽ നീറുകയാണെന്നും നിൻ്റെ ഓരോ വാക്കുകൾ എന്നെ കുത്തി വേദനിപ്പിക്കുകയാണെന്നും പറയുകയാണ്. ഇതേ സമയം നിനക്ക് വേറെ എവിടെയെങ്കിലും പോകാനുണ്ടോ, അനാഥാലയത്തിൽ വേണ്ടതെല്ലാം നമുക്ക് ചെയ്യാമെന്നും പറയുന്നത് കാണാം. അപ്പോൾ അലീനയാണെങ്കിൽ കടപ്പാട്ടൂർ തൻ്റെ വീട്ടിലേക്ക് തൻ്റെ അച്ഛനെ ഒന്ന് കാണാനും സഹോദരങ്ങളെ കാണാനും പോകണമെന്ന് പറയുന്നു. തുടർന്ന് അവർ അവിടേക്ക് പോകുന്നു. അവിടെ എത്തുന്നു. ഒടുവിൽ വൈജയന്തി സ്റ്റാലിനെ കാണുന്നു. സ്റ്റാലിൻ്റെ മകളാണ് അലീന എന്ന് തിരിച്ചറിയുന്നു. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്